എല്ലാ ജനങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്നൊരു അൺബോക്സ് വീഡിയോയിൽ വന്നേക്കുന്നത്. വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കനും ആളാക്കിടാനും മറക്കരുത്. ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് അവസരമായിട്ട് ലൈക്ക് ചെയ്യുന്ന മറന്നു. ലൈക്ക് തന്നെ കാണുക. നിങ്ങൾ ഷെയറും കമന്റും ലൈക്ക് ഒക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പൊ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൈപോഡാണ്. അത് അടിപൊളിയായിട്ട് ട്രൈപോഡാണ്. സ്കിപ്പിയാതെ തന്നെ കാണുക. അടിപൊളിയായിട്ട് ട്രൈപോഡാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നവർക്കും ഷോർട്ട് വീഡിയോ ചെയ്യണവർക്കും അതിനൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്രദമായ അടിപൊളിയായിട്ട് ട്രൈപോഡാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. Y17S ട്രൈപോഡ് എന്നാണ് നമ്മളെ ട്രൈപോഡിന്റെ പേര്. അതിനൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സൂപ്പർ ലോങ് സെൽഫി സ്റ്റിക്കാണ്. അതായത് നല്ല ലോങ് ആയിട്ടുള്ള സെൽഫി സ്റ്റിക്കാണ്. ഇപ്പൊ ഞാൻ കുറെ നാളുകൊണ്ട് നോക്കി നടന്ന സെൽഫി സ്റ്റിക്കാണ്. അപ്പൊ ഇതിന് വലിയ പൈസയൊന്നുമില്ല. എനിക്ക് ഇവിടെ ഇപ്പോൾ തന്നെ കാണാം. നിങ്ങൾക്ക് ഇവിടെ ബെയറിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 3,190 എന്നാണ് ബെയറിന്റെ പ്രൈസ് റേറ്റ്. ഏകദേശം നാട്ടിലൊരു 700 അടുപ്പിച്ച് വരും. അങ്ങനത്തെ ഒരു അടിപൊളി ട്രൈപോഡാണ്. പ്രോഡക്റ്റ് മോഡൽ എന്ന് വെച്ചാൽ Y17S എന്നാണ് പ്രോഡക്റ്റ് മോഡൽ. അതിന്റെ ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ 310 mm ആണ്. ലെങ്ത് ഓഫ് സ്ട്രെച്ച് 1700 mm ആണ്. വെയിറ്റ് വരുന്നത് 309 gram ആണ്. 1 മീറ്ററിന് മേലുള്ള അടിപൊളിയായിട്ട് ട്രൈപോഡാണ് നമുക്കിത്. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനോട് എന്താ കിട്ടിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ ട്രൈപോഡ് ഇവിടെ നമ്മളിപ്പോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ ഏകദേശം ഒരടി ഈ സ്റ്റാൻഡ് തന്നെ നമ്മൾ നോക്കാതെ ഏകദേശം ഒരടി അടുപ്പിച്ച് സ്റ്റാൻഡ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മേലോട്ട് വയ്ക്കുക. മേലോട്ട് വെച്ച ശേഷം ഈ 360 ഡിഗ്രിയിൽ ഇത് കറക്കാൻ പറ്റും. ഫോൾഡ് ചെയ്യാനും പറ്റും. അതിനൊക്കെ 360 ഡിഗ്രിയിൽ ഇതിനൊക്കെ കറക്കാനും പറ്റും. നിങ്ങൾ ഇവിടെ കാണാം. മൊബൈലൊക്കെ വെച്ച് ഇതിനൊക്കെ നമുക്ക് ഇതിനെ കറക്കാം. അതിനൊക്കെ ഫോൾഡ് ചെയ്യാനും പറ്റും. ഇവിടെ ഒരു ചെറിയ റിമോട്ട് ഉണ്ട്. അത് നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് അതിന്റെ നമ്മുടെ മൊബൈലിന്റെ ബാക്കിയുള്ള കേസുകളെല്ലാം നമുക്ക് ഇതിൽ നിയന്ത്രിക്കാൻ പറ്റും. ഇവിടെ ഇതിനൊക്കെ ലോക്ക് ഉണ്ട്. ഇവിടെ ഇതിനൊക്കെ ലോക്ക് ഉണ്ട്. അവിടെ പിടിച്ച് സെൻറ്ററായി കഴിഞ്ഞാൽ ഇത് 3ആയിട്ട് ഇങ്ങനെ ഇളവ് വരും. ഇളവ് വന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡായി നമുക്ക് ഇതിനൊക്കെ ആരെയും സഹായം ഇല്ലാതെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് വീഡിയോ കറക്റ്റ് നമുക്കത് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് നല്ല നീളത്തിൽ നിങ്ങൾ കാണാം. ഞാൻ എന്റെ ക്യാമറ തന്നെ കിട്ടുന്നില്ല. 1 മീറ്ററിന് മേലെ ഇതിപ്പോ നമ്മള് ഉണ്ട്. ഈ ട്രൈപോഡ് ഫുള്ള് നമ്മളിവിടെ പൊക്കി വെച്ചിട്ടുണ്ട്. എത്രത്തെ നീളത്തിന് വേണം ആ നീളത്തിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അത്ര അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അടിപൊളിയായ ട്രൈപോഡാണ്. അതിന്റെ കൂടെ നമുക്ക് ഇനി കിട്ടിയേക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കാം. അപ്പൊ ഇതിലൂടെ നമുക്ക് 2 ലൈറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കാണാം. മൊബൈലിന്റെ ചാർജ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റും 2ലും. അതിനൊക്കെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ ഓൺ ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ലൈറ്റാണ്. ഒരു സ്വിച്ചും കൂടെ അടിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ കാണാൻ പറ്റും. നല്ല വെട്ടം കിട്ടും. അതിനൊക്കെ നമുക്ക് 2 ഓപ്പൺ ആക്കി നോക്കാം. നിങ്ങൾക്ക് കാണാം. ഇപ്പൊ 2 ഞാൻ ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. ഇനി എന്റെ ഈ ലൈറ്റ് സ്റ്റുഡിയോയിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ സ്റ്റുഡിയോ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ വെട്ടത്തിലാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. ഇവിടെ കാണാം. നല്ല തരക്കേടില്ലാത്ത വെട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മളെ ഇപ്പം നല്ല രീതിയിൽ കാണാൻ പറ്റും. അങ്ങനത്തെ 2 അടിപൊളി ലൈറ്റും ഇതിനൂടെ നമുക്ക് കിട്ടുന്നതാണ്. അതിനൊക്കെ നമുക്ക് ഇനി റിമോട്ടും ഈ റിമോട്ടും അതിനൊക്കെ മൊബൈലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് നമ്മളെ റിമോട്ട് ഒന്ന് ഓൺ ആക്കണം. ചെറിയ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് കാണാൻ പറ്റും. ഇനി അതിനുശേഷം നമ്മളെ മൊബൈൽ എടുത്തതിന് ശേഷം നിങ്ങൾ ബ്ലൂടൂത്ത് ഓൺ ആക്കുക. ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് അത് പെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പെയർ ചെയ്യാതെ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. BLE M3 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് പെയർ ചെയ്യുക. ഇപ്പോൾ പെയർ അടിച്ചിട്ടുണ്ട്. പെയർ ചെയ്യുക. ഇപ്പം നമ്മളത് പെയർ ആയിട്ടുണ്ട്. അപ്പം നമ്മളെ റിമോട്ടും മൊബൈലായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ക്യാമറ ഓൺ ആക്കുക. ക്യാമറ ഓൺ ആക്കിയതിനു ശേഷം അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഈ ചിത്രശലഭത്തിന് നമുക്കൊരു ഫോട്ടോ എടുക്കാം. അതിനായി ഇവിടെ ഒറ്റ ക്ലിക്ക് ഇവിടെ നമ്മളെ ഈ റിമോട്ടിൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അത് ഇപ്പം നമ്മളെ ഫോട്ടോ ആയിട്ടുണ്ട്. അത് കണക്ക് നമ്മൾ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ വീഡിയോയിലോട്ട് പോവുക. വീഡിയോയിലോട്ട് പോയിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ വർക്ക് ആയിട്ടുണ്ട്. അത് കണക്ക് തന്നെ നമുക്ക് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ പൗസ് ആയിട്ടുണ്ട്. വീഡിയോയിൽ ഒന്ന് വെട്ടം കൂട്ടണം കൂട്ടേ കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ സെൻട്രൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളെ വെട്ടത്തിന്റെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇടത്തോട്ട് ബട്ടണിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഫുൾ വെട്ടം കൂടിയിട്ടുണ്ട്. അതിനൊക്കെ തന്നെ വലത് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡാർക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ സെൻട്രലിലെ ബട്ടണിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ സെൻട്രലിൽ കറക്റ്റ് ബട്ടൺ കിട്ടിയിട്ടുണ്ട്. താഴത്തെ ബട്ടണിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ക്യാമറ മാറി ഫ്രണ്ട് ക്യാമറ ഇപ്പൊ ആയിട്ടുണ്ട്. അതിൽ ഒന്നും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നേരെ ബാക്ക് ക്യാമറയിലോട്ട് പോകും. നമ്മളെ റിമോട്ട് നമുക്ക് ഈ സ്റ്റിക്കിൽ ഇത് കണക്ക് വെച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കാം. പിന്നെ അത് അങ്ങനെ പെട്ടെന്ന് ഇള വീഴത്തിൽ ഇവിടെ ക്ലിപ്പായി കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ലൈറ്റ് ഒന്ന് ഫിറ്റാണ്. ഈ 2 ലൈറ്റ് നമുക്ക് ഇത് കണക്ക് ഒരു ലൈറ്റ് വയ്ക്കുക. ഇപ്പുറ സൈഡിലും ഇത് കണക്ക് അടുത്ത ലൈറ്റും
വയ്ക്കുക. ഇപ്പോൾ 2 ലൈറ്റും കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം, ഞാൻ ഇത് വെച്ച് 2 ആഴ്ചയ്ക്ക് മുമ്പേ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, നമ്മളെ കമ്പനിയിൽ ഒരു ടൂർ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഷൂട്ട് ചെയ്തേക്കണം ഈ ട്രൈപോഡ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കണം. ഇത് ഏകദേശം നമ്മളെ 1 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളെ ഈ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഒറ്റയ്ക്ക് നല്ല കറക്റ്റ് നമുക്ക് സ്റ്റഡി ആയിട്ട് വെച്ചിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാം എടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഈ അതേ കണക്കിന് അന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കിപ്പോൾ വെളിയിൽ പോയിട്ട് നമുക്ക് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ മൊബൈൽ വെച്ചിട്ടല്ല ഞാൻ ഷൂട്ട് ചെയ്യണത്, ഞാൻ ഗോപ്രോ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഗോപ്രോയ്ക്കും നമുക്ക് 2-in-1 ആണ്. അപ്പോൾ ഗോപ്രോയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഈ പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വെളിയിൽ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത് നോക്കാം. അതിനൊക്കെ അതിൻ്റെ നൈറ്റ് നമുക്ക് വെളിയിൽ പോയിട്ട് ഒന്ന് ഇവിടെ മൊബൈൽ വെച്ചിട്ട് അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ മൊബൈലിൽ 2 ലൈറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുട്ടത്ത് ഒന്ന് പോയി നോക്കാം എത്രത്തോളം ഇത് ഇരുട്ടത്ത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന്. ഇപ്പൊ ബാക്കിൽ എന്റെ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും കാണുന്നത്. ഇപ്പൊ എന്റെ മുഖമൊക്കെ എല്ലാം ഡാർക്ക്. ഒരു ലൈറ്റ് ഇതിന്റെ ഓൺ ആക്കി നോക്കാം. ഇതിന്റെ അടിയിൽ പോർഷനിലുള്ള ഇപ്പൊ ഒരു ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് നിങ്ങളുടെ ഇപ്പൊ സംസാരിക്കുന്നത്. ആ ഒരു ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റും, അത്രത്തോളം വെട്ടമുണ്ട്. ഇനി നമുക്ക് അതിന് ശേഷം 2ാമത്തെ ലൈറ്റും കൂടെ ഒന്ന് ഓൺ ആക്കി. 2ാമത്തെ ലൈറ്റും കൂടെ ഓൺ ആക്കുന്ന സമയത്ത് പകൽ നിൽക്കുന്ന രീതിക്കാണ് ഒരുവിധം നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ ഒരു മോഡ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ബാമാണ് ഇപ്പൊ ഓൺ ആക്കിയേക്കണേ. ഇനി നമുക്ക് ക്ലിയർ മോഡിലോട്ട് കൂടെ ഒന്ന് ഇട്ട് നോക്കാം. ഇതുകൂടെ ക്ലിയർ പവർ വരും. ആ മോഡിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ അടിയിലത്തെ ലൈറ്റ് 2ാമത്തെ കുറച്ചുകൂടെ ക്ലിയർ ഇട്ടിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമ്മളെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മേളത്തെ ലൈറ്റും കൂടെ ഒന്ന് കൂട്ടാം. ഇപ്പൊ മേളത്തെ ലൈറ്റും കൂടെ കൂട്ടി ഞാൻ ഫുൾ പവറിലായിട്ടേക്കണം. ഇപ്പൊ നല്ല രീതിക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ ട്രൈപോഡ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ 2 ലൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ രാത്രിയൊക്കെ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിനൊക്കെ